സമകാലികത്തിൽ നമ്മുടെ കൂടെ വളരെ വിശിഷ്ടമായ ഒരു അതിഥിയാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. സുബിൻ പി ഡി അല്ലേ? സുബീൻ പി ഡി. സുബീൻ. നമുക്ക് സുബീൻ സാറെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം സുബീൻ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സമകാലികം പരിപാടിയിലേക്ക് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് ആദ്യമായി തന്നെ സന്തോഷം അറിയിക്കുകയാണ്. സാർക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സാറിനെ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. ഓക്കെ, എൻ്റെ പേര് സുബീൻ. ഞാൻ പുളിക്കൽ സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിലെ. പുളിക്കൽ കറക്റ്റ് പ്രദേശം? പുളിക്കൽ നമ്മുടെ മദീനത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ താഴെ ആയിട്ട് വരും. പെരുമ്പലത്തിൻ്റെ പുളിക്കലിൻ്റെ നടുവിൽ ആയിട്ട് വരും. പിന്നെ ഞാൻ ഡൽഹിയിലാണ്, എയിംസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് ഓഫീസറാണ്. ഇപ്പോൾ ഒരു നഴ്സിംഗ് അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പലരും ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന കൂടുതൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ ഈ നഴ്സിംഗ് കോഴ്സ് ചെയ്തത് എവിടെ നിന്നാണ്? അവിടേക്ക് ഇങ്ങനെ ഈ ഒരു കരിയറിലേക്ക് എത്താനുള്ള കാരണം, അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണം നൽകാൻ പറ്റും? നഴ്സിംഗ് ഞാൻ എടുക്കാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഫിസിക്സ്, മാത്സ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ കുറച്ച് എനിക്ക് ടഫായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനത്തെ ബയോളജിയിലായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു എന്താ പറയുക, സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കൂടി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫീൽഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ പഠിച്ചത് മിംസ്, കോഴിക്കോടുള്ള മിംസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. BSc നഴ്സിംഗ് 2003 തുടങ്ങി 2008 വരെ. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് എക്സാമും ഇതെല്ലാം കുറച്ച് ഡിലേ ആയി. 2008 അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴ്സ്. ഈ കോഴ്സേ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ എയിംസിലൊക്കെ ജോലി ചെയ്യുക എന്നുള്ളത് പൊതുവെ ആളുകൾ കേൾക്കുമ്പോൾ അത് വലിയൊരു പദവി സ്ഥാനം തന്നെയാണ്. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എയിംസിലേക്ക് എത്തിയത്, അതിനെപ്പറ്റി ഒന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും? ഞാൻ BSc നഴ്സിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ കുറച്ച് വിചാരിച്ചു ഒരു ഹയർ സ്റ്റഡീസ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ MSc നഴ്സിംഗ് കൂടി ചെയ്തു. അത് ഞാൻ ചെയ്തത് തമിഴ്നാട്ടിലെ സേലം, അവിടെ ഒരു കോളേജിലായിരുന്നു പഠിച്ചത്. MSc നഴ്സിംഗ് PG. അതിൽ ഞാൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതിൽ തന്നെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഉണ്ട്, അതിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതേ കോളേജിൽ തന്നെ എനിക്ക് ട്യൂട്ടറായിട്ട് ജോലി കിട്ടി. അവിടെ ഒരു 1 year പഠിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് എയിംസിൻ്റെ വേക്കൻസി ഒക്കെ വന്നു, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എയിംസിനെ ക്രാക്ക് ചെയ്യാൻ ഇതാവാന്ന് കരുതിയിട്ട് അതിന് കുറച്ച് വായിച്ച് പഠിച്ചു. ഇപ്പം എത്ര വർഷമായി അവിടെ? 2014 എയിംസിൽ എത്തിയത്, കയറിയത്. ഒരു 11 വർഷമാവാൻ. 11 വർഷമാണ്. എനിക്ക് തോന്നുന്നത് ഒരു സസ്പെൻസിൽ വെക്കേണ്ട. അവസാനം ഇപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് വേറൊരു സ്പേസിലേക്ക് പോകുമ്പോൾ ഖത്തറിൽ പുതിയൊരു ജോലി ഏകദേശം റെഡി ആയിട്ടുണ്ട് തോന്നുന്നല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. കാരണം എനിക്കൊന്ന് സാധാരണ ഒരു എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ജോലിയല്ല ഖത്തറിലെന്ന് തോന്നുന്നു. കുറച്ചുകൂടി നല്ല ഒരു ഹൈ പൊസിഷൻ. അല്ല, ഖത്തറിൽ അത് സാധാരണക്കാർക്ക് കിട്ടാവുന്ന ജോലി തന്നെയാണ്. പക്ഷെ ഞാനത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിംസിലുള്ള ജോലിയായിരുന്നു, അത് ഒഴിവാക്കാനൊരു മനസ്സിനൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ അവിടെ 11 വർഷം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇനി പോകുന്ന കുറച്ചുകൂടി നല്ല സാലറി ഉള്ള ഒരു സാലറി ഇപ്പം ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യൻ്റെ പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് എയിംസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. അത് ശരി. അപ്പം ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് പോയിട്ട് നിലവിലുള്ളതിനേക്കാൾ എത്രയോ വലിയൊരു ഇതിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അല്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എയിംസ് ഈസ് ബെസ്റ്റ്. അതുകൊണ്ടാണ് 10-15 വർഷം അവിടെ നിന്ന് പോയത്. പക്ഷേ ഇപ്പം ഞാൻ വിടാൻ കാരണം എനിക്ക് ഡൽഹി ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. അവിടെ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മക്കളെ ഒക്കെ ഭാവിയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഫാമിലി അടക്കം അവിടെ? അവിടെ. ശരി.
അപ്പം അങ്ങനെയാണ് അവിടുന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഈ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, MSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ. ഇപ്പോൾ ഈ എയിംസ്, അതുപോലെ ജിപ്മർ, റെയിൽവേ, ESI, ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു നഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല ഉപകാരപ്പെടും. അതിൻ്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളതും. അതെ അതെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പം നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അംബിഷൻ ഉണ്ടാവണം. നമ്മൾ എന്താവണം, വെറുതെ പഠിച്ചു പോവുക എന്നല്ലാതെ. അപ്പം ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ തന്നെയാണ്. അപ്പം അതിൽ സ്പെഷ്യലി എയിംസ്, ജിപ്മർ, പിജ്മർ, അതുപോലെ റെയിൽവേ, ESI, അതുപോലെ തന്നെ ഡൽഹി തന്നെയുള്ള DSSB ഉണ്ട്, യു പി ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട്. UP ഗവൺമെൻറ്റിലെല്ലാം കയറുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെയിം സാലറിയാണ് അവിടെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അവബോധം ഉണ്ടാവുക, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അതിന് നമ്മുടെ ടീച്ചേഴ്സും നഴ്സിംഗ് കോളേജിലെ ടീച്ചേഴ്സും ഒന്ന് കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പൊതുവെ എന്താണ് അങ്ങോട്ട് ഉള്ള ഒരു കുറവാണോ അതോ ഇപ്പം കൂടുതൽ? ഏറ്റവും കൂടുതൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന മലയാളികളല്ലേ നഴ്സിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ 20 എയിംസ് തുറന്നു, 5 എയിംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു 25ഓളം എയിംസുകളായി തുടങ്ങി. അവസരങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ അവസരങ്ങൾ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ഈ പ്രത്യേകിച്ച് എസ്പെഷ്യൽ ഡൽഹി എയിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് ലോഡ് കൂടുതലാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എയിംസ് 1956 അങ്ങനെയാണത്. പൊതുവെ നമ്മളിവിടുത്തെ ആളുകൾ എയിംസ് ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അല്ലേ, നമുക്കിത് കണ്ടിട്ടില്ല എങ്കിലും വലിയ ഒരു ഇതായിട്ട് തന്നെ പണ്ടും ഇന്നും കാണുന്നത്. ആദ്യമായിട്ട് വന്നൊരു തീർച്ചയായും എയിംസ് ഡൽഹി ഒരു സംഭവം തന്നെയാണ്, ഒരു സംശയമില്ല. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എല്ലാം ഹൈലി കമ്മിറ്റഡ് ആണ്. നമുക്ക് നല്ല എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. ഈ നഴ്സിംഗിൽ ശരിക്ക് മലയാളികൾക്ക് ലോകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? മലയാളികളെ പ്രത്യേകം ഒരു തീർച്ചയായും കാരണം മലയാളികൾ ഇപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ള പല ആളുകളെയും നമ്മൾ കാണണം. അപ്പോൾ അതിലേറ്റവും കൂടുതൽ കമ്മിറ്റഡായിട്ട് സർവീസ് ഓറിയൻറ്റഡായിട്ട് സിൻസിയർലി വർക്ക് ചെയ്യുന്നത് മലയാളികളാണ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ മലയാളി നേഴ്സാണോ എന്നുള്ളത് പ്രത്യേകം നോക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുന്നുണ്ട് പറഞ്ഞാൽ അതിലിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ചെയ്യാനില്ല. പക്ഷേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് ഇപ്പം രാജസ്ഥാനിൽ നിന്നും മറ്റൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നഴ്സിംഗ് ഫീൽഡിലേക്ക്. പക്ഷേ അവർക്കൊക്കെ തിയററ്റിക്കൽ നോളജ് കൂടുതലുണ്ട്. അവർക്ക് പ്രത്യേകമായ കോച്ചിങ് സെൻറ്റേഴ്സും ഒക്കെ എക്സാമിന് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ മലയാളി. ഇത് ജനറലായിട്ട് പറയുന്നത്, സ്പെസിഫിക് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ നഴ്സിങ്ങിൻ്റെ അതിൻ്റെ ഒരു പഠനവും അതിൻ്റെ പഠനം കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് അല്പം ഇപ്പോൾ ചില കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് PG കഴിഞ്ഞാൽ അല്ലെങ്കിൽ MA കഴിഞ്ഞാൽ അതിൻ്റെ PhD ആ നിലയ്ക്ക് പോസ്റ്റ് ഡോക്ടറൽ ആ നിലയ്ക്കൊക്കെ ഉണ്ട്. നഴ്സിംഗിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ തീർച്ചയായും നമ്മുടെ നഴ്സിംഗിൽ ഡിപ്ലോമ ഉണ്ട്, ജനറൽ നഴ്സിംഗ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് BScയിലേക്ക് ഐ മീൻ ഡിഗ്രിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഉണ്ട് 2 വർഷത്തെ. ഡിപ്ലോമ 3 വർഷത്താണ്. അപ്പോൾ ഈ 3 വർഷം പ്ലസ് ഈ 2 വർഷത്തെ പോസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് തത്തുല്യമാവും. അതല്ല എങ്കിൽ നേരിട്ട് BSc നഴ്സിംഗ് ചെയ്യാം. അതുമല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ MSc നഴ്സിംഗ് ചെയ്യാം, പിന്നെ PhD ചെയ്യാം, PDF എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ശരി, മറ്റുള്ള ഡിഗ്രികളെ പോലെ എല്ലാ ഉണ്ടല്ലേ ഈ കോഴ്സിന് വരുന്നുണ്ട്. അതെ. ഒരു ഈ അവിടെ എയിംസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർവീസ് ഏതായിരുന്നു ശരിക്കും? ഞാൻ ഫസ്റ്റ് എൻറോൾ ചെയ്യുന്നത് CCU എന്ന് പറയും, കൊറോണറി കെയർ യൂണിറ്റ്. നമ്മൾ ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ICU ആണ്. അപ്പോൾ അതിലായിരുന്നു ഞാനൊരു 2 വർഷം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹാർട്ട് ഫെയിലിയർ സർവീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ഹാർട്ട് ഫെയിലിയർ സർവീസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലി
ഇതിനായിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന അസുഖത്തിന് മാത്രമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ എവിടെയും അങ്ങനെ വളരെ റെയറാണ്. അതിൽ ഹാർട്ട് ഫെയിലിയർ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസും എനിക്ക് 6 വർഷം ഞാൻ അതിലായിരുന്നു. അതിൽ നമ്മൾ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ഹൃദയം മാറ്റിവെക്കുന്ന അതിൻ്റെ ഒരു കോർഡിനേറ്റർ പോലെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 30ഓളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്സ് തന്നെ അതിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിഡ്നിയില്ല, ഞാൻ CTVS ICU, അതായത് ഹാർട്ടിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന പേഷ്യൻസിനെ കിടത്തുന്ന ICUവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർജറി പോസ്റ്റ് യെസ്, പോസ്റ്റ് സർജറിക്ക് ശേഷം ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവരുന്ന ICU ആണ്. ഈ സാന്ദർഭികമായി ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്ഫർ അതിൻ്റെ ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോഴേ അവിടെ ഒരു ഇമോഷണലി നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായ, അല്ലെങ്കിൽ ആ ഒരു സർവീസിനിടയിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇമോഷണലി ട്രാൻസ്പ്ലാന്റ് ടൈമിൽ നമുക്ക് എന്താ പറയുക, പേഷ്യൻസ് ഭയങ്കര ഇതായിരിക്കും നമ്മളോട്, ഭയങ്കര എന്താ പറയുക, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന പേഷ്യൻറ്റ് അവരുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കും. അത് അവരുടെ ഹാർട്ട് മര്യാദക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഫുൾ ബോഡിയിലെല്ലാം ഫുൾ നീര് കെട്ടി കിടക്കുന്ന, ശ്വാസം അയക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ വൺസ് നമ്മളെല്ലാം ഇവരുടെ എല്ലാ അസസ്മെൻ്റ് എല്ലാം ചെയ്ത് നമ്മൾ ഇവരെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഓർബോ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ നമ്മളിടും. പിന്നെ ഹാർട്ട് വരുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൻ്റെ വലുപ്പം, അതായത് അവരുടെ പേഷ്യൻറ്റിൻ്റെ വെയ്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് ഹാർട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും, കുറേ മാനദണ്ഡങ്ങളുണ്ട് ഹാർട്ട് സെലക്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പേഷ്യൻറ്റിന് ഹാർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും അവർക്ക് അതുണ്ടാവുക. കാരണം ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഈ ഒരു ഹാർട്ട് കിട്ടാൻ, യോജിച്ചൊത്ത് കിട്ടാൻ. അപ്പോൾ അത് ഭയങ്കര ടാസ്കുള്ളൊരു ഇതാണ്. അപ്പം അതിൽ ഒരു പേഷ്യൻറ്റിന് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ അവരെ വിളിച്ച് പെട്ടെന്ന് ഹാർട്ട് അവൈലബിൾ ആകുമ്പോൾ അവരോട് ഹോസ്പിറ്റലിൽ വരാൻ പറയും. പിന്നെ അവർ വന്ന് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, ഹാർട്ട് എല്ലാം കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അതൊരു രണ്ടാം ജന്മം. അവരുടെ പറയാറുള്ള ബർത്ത്ഡേ, സാധാരണ ബർത്ത്ഡേ പറയാറുണ്ടല്ലോ, പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ ആയിട്ടാണ് അവർ പറയും. ഒരു വല്ലാത്തൊരു തൗഫീഖ് വീണ്ടും. തീർച്ചയായും. അപ്പോൾ ശരിക്കും ഈ 30ഓളം ഇത് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു 6 വർഷത്തോളം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശരിക്കും ആ പേഷ്യൻറ്റിൻ്റെ സംസാരതലങ്ങളൊന്ന് ശരിക്ക് അവർക്ക് വേറെ ചിന്തകളൊന്നും ശരിക്കും ഉണ്ടാവില്ല ആ സമയത്ത് അല്ലേ? ഒരു ചിന്തകൾ അവർക്ക് ഇമോഷണലി ഭയങ്കര ഇതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സാധാരണ നമുക്ക് ഈ ഹാർട്ട് അറിയാം, ഒരാളുടെ ജീവൻ പോകുമ്പോഴാണ് മറ്റൊരാൾക്ക് ജീവൻ കിട്ടുന്നത്. ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് പോലെയല്ല ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെന്നോ ബ്രദറിൻ്റെന്നോ അവരുടെ കിഡ്നി എനിക്ക് വാങ്ങാം, പക്ഷെ അവരും ജീവിച്ചിരിക്കുന്നുണ്ടാവും, ഞാനും ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതല്ല, ഒരാൾ മരിക്കുമ്പോഴാണ് മറ്റേ ആൾക്ക് ഹാർട്ട് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊടുക്കുന്ന ആളുടെ ഫാമിലി അവർക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്, എൻ്റെ മകൻ്റെ ഹാർട്ടാണ് അവിടെ ജീവിക്കുന്നത്. ആ ഒരു എല്ലാത്തിനും ഇമോഷനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കും അതുപോലൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവെ ഇത് റിവീൽ ചെയ്യൂല, ഇത് ആരുടെ ഹാർട്ടാണ് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. പറയാതെ തന്നെ ശരിക്കും രണ്ടുപേർക്കും വല്ലാത്തൊരു തീർച്ചയായും അതിൻ്റെ ഒരു അത് അനുഭവിച്ചറിയുമ്പോൾ തന്നെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ അവിടുന്ന് അവസരം ഉണ്ടാവുമല്ലോ എയിംസിലായതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു മെമ്മറബിളായിട്ടുള്ള അല്ലെങ്കിൽ എന്ന് ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് വയ്ക്കുന്നത് കാർഡിയാക് സൈഡിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആളുകളും, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത അരുൺ ജെയ്റ്റ്ലി, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ സാറായിരുന്നു. അതെ, ഇന്ത്യയിൽ അന്ന് ഹൃദയം എന്നല്ല, ഒരു ഓർഗനും ഡൊണേഷൻ ചെയ്യാനുള്ള
ഇതില്ലായിരുന്നു, നിയമമില്ലായിരുന്നു. അദ്ദേഹമാണ് 1994 ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തുന്നത്. അതിനുവേണ്ടി പാർലമെൻറ്റിലുമൊക്കെ ഇത് ചെയ്തു, സ്ട്രെസ് ചെയ്തിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് ലീഗലി ഇന്ത്യയിൽ ഹാർട്ട് ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള നിയമം പാസ്സാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ വേണുഗോപാൽ. അതായത് ഇവിടെ അടുത്താണ്, ഒരു 1 month ബിഫോറാണ് മരണപ്പെട്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയറിങ് ടീമിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ കേരളത്തിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ അഡ്മിറ്റായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പല നേതാക്കന്മാരും അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ പോയി കാണാറുണ്ട്. സീതാറാം യെച്ചൂരി സാറ് എന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോൺഫറൻസുകളൊക്കെ നടക്കാറുണ്ട്. കോൺഫറൻസുകളൊക്കെ അക്കാഡമിക് കോൺഫറൻസുകളിൽ പിന്നെ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയ അക്കാഡമിക് കോൺഫറൻസുകളിലുള്ള ഒരു ഫീലിംഗ്, അനുഭവം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നു. അക്കാഡമിക്കലി ഇപ്പം എനിക്ക് ഏറ്റവും ഇത് ആയിട്ടുള്ളത് യൂറോപ്പിൽ ഒരു കോൺഫറൻസിന് പോയിട്ടായിരുന്നു. 2018 ആണെന്ന് തോന്നുന്നു. അത് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി അവരുടെ ഒരു കോൺഫറൻസ് ആയിരുന്നു. അത് വിൽനിയസ്, ലിത്വാനിയയിൽ വിൽനിയസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഒരു ഹാർട്ട് ഫെയിലിയറുമായി ബന്ധപ്പെട്ട കോൺഫറൻസ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും പല യൂണിവേഴ്സിറ്റികളിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി, SCT യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി. പിന്നെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കോളേജ്, ആദ്യത്തെ ഇന്ത്യയിലെ നഴ്സിംഗ് കോളേജാണ് ആർ.ഐ.കെ രാജ്കുമാരി അമൃത് കൗർ. അവിടെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ പല പല കോളേജുകളിൽ പോയി പാൻ ഇന്ത്യ ലെവലിൽ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു സെൻസിറ്റൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴേ, ഈ അക്കാഡമിക് കോൺഫറൻസ് പൊതുവെ നമുക്ക് നേരിട്ടാണ് പോകാൻ പറ്റൂലല്ലോ. നമ്മൾ ആദ്യ വിഷയം ശരിക്ക് അയച്ചു കൊടുത്ത് അല്ലേ, അതിൻ്റെ ഒരു അയച്ചു കൊടുത്ത് ശരിക്ക് സെലക്റ്റഡ് ആയാലല്ലേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. പലപ്പോഴും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഈ ഫീൽഡിൽ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പല ആളുകൾക്കും അറിയാം. അതെ, അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യും. മാഷാ അല്ലാഹ്, ആ നിലക്കുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാൻ ഇന്ത്യ ലെവലിൽ ഒരുപാട്, ഇപ്പം മോർ ദാൻ 35 കോൺഫറൻസുകളിൽ പ്രസൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട്, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ വിഷയത്തെ ഇനിയിപ്പോൾ പിന്നെ ഇനിയൊരു പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടുന്ന് പോന്ന് ഇനി ഫാമിലി സൈഡാണോ ഖത്തറിലേക്ക് പോകുന്നത്? ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെയാണ് ഫാമിലി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, കഴിഞ്ഞ് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എത്രയിലും ഫസ്റ്റ് എയിംസിൽ എത്തുന്നത് 2014. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഈ ഒരു രംഗത്ത് വന്ന മാറ്റങ്ങൾ എത്രമാത്രം ഉണ്ടാവും? യു മീൻ ഇതിലേക്കുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ അങ്ങനെയാണ് അല്ല, ഈ ആരോഗ്യ രംഗത്ത് അതിൻ്റെ സംവിധാനങ്ങളിൽ ഇന്ത്യയിൽ വന്ന മറ്റു ലോകത്തിപ്പോൾ ആരോഗ്യ രംഗത്ത് വലിയ വലിയ പിന്നെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അല്ല, ഒരുപാട് ആസ് എ ഗ്രോവേഴ്സ് നമുക്ക് നോക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ നമുക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള, ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ജോലിക്ക് കയറിയത്. ഇപ്പം അത് മാറി ഒരു നോർസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അത് പാസ്സായി ക്രാക്ക് ചെയ്തിട്ടാണ് ഇപ്പം പോകുന്നത്. അതന്നെ ഒരുപാട് മാറ്റങ്ങൾ അതിലൊക്കെ വന്നുപോയി. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് മെയിൻ എക്സാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടെത്താൻ. നല്ല ടഫ് കോമ്പറ്റീഷനായിട്ടാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാൻ വേണ്ടി തോന്നുന്നൊരു ചോദ്യം, അതായത് ഇപ്പോൾ എല്ലാ ജോലിയുടെ മേഖലയിലും ആത്മാർത്ഥത ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ശരിക്കും നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് രോഗികളുമായിട്ട് ശരിക്ക് അറ്റാച്ച് ചെയ്തൊരു ജോലിയാണ്. അത് ശരിക്ക് പിന്നെ ശമ്പളം മാത്രം നോക്കി ജോലി ചെയ്യുന്നൊരു സംഗതി അല്ല. കാരണം ആ ജോലിയുടെ മേഖല തന്നെ വേറെ ഒന്നാണ്. അപ്പോൾ ശരിക്കും ഒരു രോഗികളുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ചില ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ നഴ്സുമാർ ഈ കോഴ്സ് കഴിഞ്ഞ് ഒരു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിനപ്പുറം
രോഗിയുടെ കൂടെ ഇങ്ങനെ ശരിക്കും രോഗിക്ക് സർവീസ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ. അത് ശരിക്കും ആത്മാർത്ഥമായി ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ആണ് താങ്കളുടെ അനുഭവത്തിലായിട്ട് എനിക്ക് മനസ്സിലായത്. പക്ഷെ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ നഴ്സുമാരോടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശബ്ദവും രോഗി കൂടെ നിൽക്കുന്ന ആളുകളുടെ കോലാഹലങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് എന്താ അതിൻ്റെ ഒരു സംഗതി? അല്പം അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞേ, നഴ്സിങ്ങിന് വരാനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ അയാൾക്ക് എന്തുണ്ടാവണം, ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടാവണം. ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഉദ്ദേശം അവനില്ലാതെ ഈ പരിപാടിക്ക് പറ്റില്ല. പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അവിടെ പേഷ്യൻസ് സഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടാവണം. അതുപോലെ നമുക്ക് ഇപ്പോൾ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിമ്പത്തി ഉണ്ടാവണം. മറ്റുള്ളവരെ കാണുമ്പം അവരോട് അലിവ് തോന്നണം. ഇപ്പം ഞാനൊക്കെ കിടക്കുന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ICU എന്ന് പറഞ്ഞാൽ 10 ദിവസം പ്രായമുള്ള 15 ദിവസം പ്രായമുള്ള കുട്ടികൾ മുതൽ ഹൃദയത്തിന് പ്രശ്നമുള്ള കുട്ടികൾ ഓപ്പറേഷൻ ചെയ്ത് കിടത്തും. സ്വാഭാവികമായിട്ടും ആ കുട്ടി വളരെ ചെറുതായിരിക്കും. നമുക്ക് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും. അത്രയും ചെറുപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിന് പ്രശ്നമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. ഇവിടെ അപ്പോൾ അവർക്ക് മുലപ്പാൽ കൊടുക്കേണ്ടി വരും. അവരെ എന്താ പറയുക, മലമൂത്ര വിസർജനം അതിൻ്റെ അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അത് ഇപ്പം ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കുട്ടീൻ്റെ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ICU പോയിട്ട് മറ്റുള്ളവരുടെ അതിലപ്പുറമുള്ള ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വരും. പക്ഷെ നമ്മളെയാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ വേറെ ആരും പ്രവേശനമില്ല. അത് നമുക്ക് ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അത് ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ അത് പക്ഷേ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ അത്തരം ഒരു ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. അപ്പം മാറ്റി നിർത്തിയിട്ട് പോകാൻ കഴിയില്ലായി. അത് പറ്റില്ല. അത് ഇമോഷണലി ഇല്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കുട്ടീനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മരുന്നുകൾ കൊടുക്കാതിരിക്കാം അല്ലേ? ആരും നമ്മളെ നോക്കാനില്ല. നമ്മൾ കാണുന്ന ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തത് എൻ്റെ മനസാക്ഷിയാണ്. ഞാൻ ഇന്ന മരുന്ന് കൊടുത്തു. അല്ലാതെ ആരും ഇപ്പം നമ്മളടുത്ത് വന്നിട്ട് ഈ കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കുന്നത് ചെക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് സർവൈലൻസ് ഒന്നും ആരും ചെയ്യില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന നമ്മുടെ മനസാക്ഷിയാണ്. മനസാക്ഷിയാണ്. ഒരു വലിയൊരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ അയാൾ എനിക്ക് മരുന്ന് തന്നിട്ടില്ല, മരുന്ന് തന്നിട്ടുണ്ടോ, ഈ സിസ്റ്റർ ഇന്നേക്ക് നോക്കിയിട്ടില്ല, കംപ്ലൈൻറ്റ് പറയാം. പക്ഷെ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, 1, 2, 3 ആളുകളൊക്കെ ഉണ്ടാവുമ്പോഴേ അത്രമാത്രം കെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അത്ര സിൻസിയറുള്ള ഒരാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ല, ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്യാത്തൊരു പേഷ്യൻറ്റിനെ നമ്മളെങ്ങനെ കെയർ ചെയ്യണമെന്നുള്ളതാണ്. ആ കുട്ടികൾ ഡിമാൻഡ് ചെയ്യാനില്ല. അവർക്ക് ആകെ വിശക്കുമ്പോൾ കരയാൻ മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒന്നും അവർക്ക് അറിയില്ല. സുബിൻ സാറ് പറഞ്ഞ പോലെ അത്രക്കും ആത്മാർത്ഥമായി കാണുന്ന ഒരാൾക്കാണ് ഇതിനെ ആത്മാർത്ഥമായി സമീപിക്കാൻ കഴിയുന്നത്. അതൊരു വിശ്വാസമല്ല, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അത് പടച്ചോനായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരാൾക്ക് എങ്ങനെയായാലും അത്രയും ആത്മാർത്ഥമായിട്ട് കൂടുതൽ ആത്മാർത്ഥ. എന്നാൽ അതൊന്നും ഇല്ലാതെ നമ്മൾ ജന്മനായുള്ള ഒരു ആത്മാർത്ഥ ഉള്ളവരുണ്ടാവും. ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരും ചെയ്യാറുണ്ട്. പക്ഷേ മാനുഷികമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 ബെനിഫിറ്റാണ് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ. ഒന്ന്, നമ്മളെ നെയ്യത്ത് ശരിയാക്കിയിട്ട് ചെയ്താൽ നമുക്ക് അതും കിട്ടും, ഇവിടെ ശമ്പളവും കിട്ടും. സാർ, ഇതിൽ പിന്നെ ഈ ആണ് പെണ്ണ്, അതായത് ഒരു നേഴ്സ്, ഫീമെയിൽ ആൻഡ് മെയിൽ നേഴ്സ്, ഇവർക്ക് ഈ നേഴ്സിൻ്റെ ഇമോഷണലി കൂടുതൽ ഫീമെയിൽസിന് അങ്ങനെ ഒരു പ്രത്യേകത അത് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരാണിനേക്കാളും കുറച്ചുകൂടി അത് അങ്ങനെ പറയില്ല. ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കുട്ടികളൊക്കെ കെയർ ചെയ്യുമ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടി അവർ അതിൽ ചിലപ്പോൾ ഒന്നുകിൽ വീട്ടിൽ അവർ ചെയ്ത് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം. അല്ല, നേഴ്സ് എന്നുള്ളൊരു ചിത്രം കാണുമ്പോൾ നമ്മൾ ആ ഒരു ഫീമെയിൽ ചിത്രമാണല്ലോ നമ്മളെ മനസ്സിൽ വരിക. പിന്നെ അങ്ങനെ ഫസ്റ്റ് വരണം കൂടുതൽ ഈ രംഗത്ത് ഫീമെയിൽ. പക്ഷേ ഫീമെയിൽസ് കൊണ്ട് മാത്രം അത് ബുദ്ധിമുട്ടാണ്. 2 ആളും കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പം പക്ഷെ പല ഹോസ്പിറ്റലുകളിലും ഇപ്പം ആണുങ്ങൾ കൂടുതൽ വന്നത് കാരണം പല പ്രശ്നങ്ങളും, സമരം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ആണുങ്ങളെ ഒഴിവാക്കി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സെൻട്രൽ ഗവൺമെൻറ് എയിംസിലൊക്കെ 80:20 റേഷ്യോയിലാണ് എടുക്കുന്നത്. 80 പെണ്ണുങ്ങൾ എടുക്കുമ്പോൾ 20 ആണുങ്ങളെ എടുക്കുന്നുള്ളൂ. ആ നിലക്കുള്ള ഒരു അനുപാതം ഉണ്ടല്ലേ? അതിപ്പോൾ വന്നതാണ്. അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. പക്ഷേ അങ്ങനെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ദഅ്വ രംഗം പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ.
അപ്പോൾ ഒരു മുസ്ലിം ആയതിൻ്റെ അത് ഞാൻ അവിടുന്ന് മുതൽ തുടങ്ങാൻ തോന്നുന്നു. അതിൻ്റെ ഒരു സിമ്പലും ഒരു ഷായറൊക്കെ നിങ്ങളെ അടുത്തുണ്ട്, താടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അവരാരെടുത്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടോ നിങ്ങളെന്നെങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ആരുടെയെങ്കിലും? അത് എനിക്ക് നമ്മുടെ നഴ്സിംഗ് എനിക്ക് തോന്നുന്നത് ഞാൻ 2008 ഞാൻ ലാസ്റ്റ് താടി പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞാൻ താടി പഠിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രൊഫ്കോൺ ഇതൊക്കെ പോയതിൻ്റെ ശേഷം ആ ഒരു ഇതിക്ക് ബോധം വന്നത് തുടങ്ങി. അപ്പോൾ താടിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർ വേറെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, അവരുടെ ഒരു കൺസെപ്റ്റിൽ ഇതല്ല ഒരു എന്താ പറയുക വെൽ മാനേർഡ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു ചിന്താഗതിയുള്ളവർ ഒരു ധാരണ വെച്ചിട്ട് അവർ പറയുന്നത്. അപ്പം നമ്മൾ അവരെ തിരുത്തി കൊടുക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണ്. പിന്നെ നമ്മളെ ചിലപ്പോൾ മതപരമായിട്ട് പലരും പറയുമ്പോൾ നമുക്ക് അവർ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ താടി ഉണ്ടാവാം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ എയിംസിൽ നിൽക്കുമ്പോൾ എനിക്ക് ബെസ്റ്റ് നേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിന്നാണ് ബെസ്റ്റ് നേഴ്സ് അവാർഡ് വാങ്ങുന്നത്. 2022 5000-ഓളം നേഴ്സുമാരുണ്ട് എയിംസിൽ. അതിൽ ബെസ്റ്റ് നേഴ്സായിട്ട് എനിക്ക് കിട്ടണമെങ്കിൽ അത് വലിയൊരു അംഗീകാരമാണ്. വളരെ സന്തോഷം. അത് അപ്പോൾ വാങ്ങുന്ന ഒരു താടിയുള്ള ഒരു വ്യക്തിക്കാണ് അവർ കൊടുക്കുന്നത്. അല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഇതിപ്പോൾ നിയമപരമായിട്ട് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട താടി വെക്കുക, അതിന് തെറ്റ് എവിടെയില്ലല്ലോ. പക്ഷെ ആൾക്കാരുടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ എന്തോ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വർക്കിലൂടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കും. അതാണ് അത് വലിയൊരു പോയിന്റാണ്. നമ്മുടെ അവിടെ അപകർഷത ബോധത്തോടു കൂടി പോകുന്ന ആളുകൾ മറിച്ച് നമ്മളെ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണെന്നുള്ളത് കാണിക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടുകയാണ്. അത് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു മെസ്സേജ് കൂടി ഇതിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടുത്തെ ഒരു ദൗവാരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ. അത് ഒരു അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ 2014 എത്തുന്നത്. പിന്നെ 14 മുതൽ 16 വരെ നമ്മൾ ഭൂമിക പഠിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അപ്പം ദവ മാത്രമല്ല, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് സോഷ്യൽ വർക്ക് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിലാണ് എനിക്ക് കൂടുതൽ ഒരു താല്പര്യമുള്ളത്. അപ്പോൾ നമ്മുടെ സക്കാത്തുകൾ വിതരണം, അതിനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ മെയിൻലി സക്കാത്ത് സ്വതക്കകൾ ഒരുപാട് കിട്ടി. അൽഹംദുലില്ലാ ഒരുപാട് വർക്കുകൾ അതിൽ ഇപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചില്ലാണ്. കേരളത്തിലെ ഒരു പീപ്പിൾസ്, അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ രണ്ടും എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. എന്തായിരിക്കും അവരുടെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം? നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ജീവിതാവസ്ഥ അല്ല ഇവിടെ ഉള്ളവർ. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഏത് പാവപ്പെട്ടവനാണെങ്കിലും അത്യാവശ്യം എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെയല്ല, വളരെ കഷ്ടമാണ് അവരുടെ. അപ്പോൾ എഡ്യൂക്കേഷനാണ് അവരെ കൂടുതൽ നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി നമ്മൾ സഹായിക്കുന്നത് ചിലപ്പം നമ്മൾ തണുപ്പ് കാലമാകുമ്പോൾ കമ്പിളി വിതരണം ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ചിലപ്പം മാസത്തിൽ റേഷൻ കൊടുക്കുന്നുണ്ടാവും. ഒരു വലിയ റേഷൻ കിറ്റൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് അവിടുത്തെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവിടെയുള്ള എഡ്യൂക്കേഷനിൽ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നാവുന്നു. പഠിക്കാനുള്ളൊരു മോട്ടിവേഷനില്ല, നമുക്കൊരു സ്ഥാപനം തന്നെ അവിടെയൊക്കെ തുടങ്ങാം. നമ്മളെ നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബാക്ക്വേർഡായിട്ടുള്ള ആളുകളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുത്താൻ നമുക്ക് കഴിയും. അല്ല, ഒരു സ്ഥാപനം ഉണ്ടായിട്ട് അതിലേക്ക്
നമ്മളതിലേക്ക് വിളിച്ചാൽ വരാൻ മാത്രം ജീവിത ഇതിൽ അവരെത്തിയിട്ടുണ്ടോ, അതോ അതിലേക്ക് അതുമായി ബന്ധപ്പെട്ട വലിയൊരു ബോധവൽക്കരണം ആവശ്യം ഉണ്ടാവുമോ? പലപ്പോഴും ബോധവൽക്കരണം ആവശ്യമുണ്ട്. നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംഗതി രണ്ടും നമുക്ക് കൊണ്ടുപോകണം. കാരണം വെറും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് എത്താൻ പറ്റില്ല. കാരണം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ അവർ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ വെറും മതവിദ്യാഭ്യാസം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് നമുക്ക് ഇപ്പം നമ്മുടെ കേരളത്തിലിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്, മറ്റു വിദ്യാഭ്യാസമായിരിക്കും, പൊതുവിദ്യാഭ്യാസമായിരിക്കും കൂടുതൽ, മതവിദ്യാഭ്യാസം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഉള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നാവും. പൊതുവേ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം എൻ്റെ ഇടയിൽ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മെയിൻ കാരണം തന്നെ അതാണ്. കുറേയൊക്കെ ഈ മദ്രസയിൽ ഓതി മാത്രം ഇരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ള വിദ്യാഭ്യാസമൊക്കെ കുറവായിരിക്കും. ഈ സക്കാത്ത് സ്വതക്ക എന്നൊക്കെ പറഞ്ഞത് അവിടെ ശരിക്കും മലയാളികളായ ആളുകളുടെ ഒരു കോർഡിനേഷൻ അവിടെ ആ നിലക്ക് ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും വരും, പല നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് പല ഇത് അവിടെ എത്തും അല്ലേ? ആ നിലക്ക്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ ഒരു രംഗത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ അതുമല്ല സുബിൻ സാറ് ഈ നേരത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതിൻ്റെ ഭാഗമായിട്ട് എത്ര ഹൃദയ ആ ഒരു പ്രോസസ്സിങ് എത്രയിലൂടെ നിങ്ങൾ അനുഭവിച്ചിട്ട് 5 ഹൃദയം അത്ര അല്ല 30ഓളം. അപ്പോൾ ഒരു വല്ലാത്ത എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇത് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളതൊക്കെ കഴിഞ്ഞ് ഇനി പുതിയൊരു ജോലി എന്ന് മുതലാണ് ഖത്തറിലേക്ക് പോകുന്നത്? ഇങ്ങനെ ക്ലിയർ ആയ എല്ലാ കാര്യങ്ങളും ആയിട്ടില്ല, ഇതായിക്കൊണ്ടിരിക്കുകയാണ്, ഫയലായിക്കൊണ്ടിരിക്കുക, കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇവിടെയും ഈ നിലയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഡൽഹിയിൽ എയിംസിൽ ജോലി ചെയ്ത ഒരു പരിചയം, ആ നിലയ്ക്ക് ഒരുപാട് അക്കാഡമിക് കോൺഫറൻസിൽ പങ്കെടുത്ത ഒരാളെ നമുക്ക് നദിയാതി കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമാണ്. മാത്രമല്ല നമുക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് നമുക്കും ഒരു നവ്യ അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ശ്രോതാക്കൾക്കും ഇൻഷാ അല്ലാഹ് അവരുടെ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. നമ്മൾ സമയദേശം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ സാറിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഇനിയും തുടർന്നും നല്ലൊരു ഫ്യൂച്ചർ പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല സർവീസ് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. വലിയ സന്തോഷം സമകാലികത്തിൽ പങ്കെടുത്തതിന്.